ചോറിനും ചപ്പാത്തിക്കും കിടിലും ടേസ്റ്റിൽ ഒരു മഷ്റൂം മസാല തയ്യാറാക്കി നോക്കിയാലോ. ഇതിനു വേണ്ടില് ഏത് തരത്തിലുള്ള മഷ്റൂം ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ടൊമാറ്റോ അരച്ചത്, കട്ടി തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കാഷ്നട്ടിന്റെ പേസ്റ്റ്. ഇനി ഒരു കടായിൽ എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചെറുജീരകവും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. സവോള നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് മൂത്ത് വരുമ്പോഴും നമുക്ക് ടൊമാറ്റോ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നമുക്ക് മൂടി വെച്ച് എണ്ണ തെളിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇത് വേവിക്കുന്നത് വെള്ളം ഒഴിക്കാതെയാണ്. ഇതിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങും. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഇടയ്ക്ക് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം കഴിയുമ്പോൾ മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി കുറുകിയിട്ടുണ്ടാവും. മഷ്റൂം വെന്തോന്ന് നോക്കിയ ശേഷം നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഫ്രഷ് ക്രീം ആണെന്ന് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഈ കറിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസൂരി മേത്തിയാണ്. ഇത് 1 ടീസ്പൂൺ ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് ചേർക്കുമ്പോഴാണ് നോർത്ത് ഇന്ത്യൻ ടച്ച് കിട്ടുന്നത്. ഇത് മിസ്സാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല കുറുകിയ പാകത്തോടു കൂടിയുള്ള മഷ്റൂം ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ബൈ, താങ്ക് യു.